ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്രിപ്റ്റോ കോഴ്സിലെ ചാപ്റ്റർ 1 പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിനെ കുറിച്ചാണ്. എന്താണ് ബിറ്റ് കോയിൻ, എങ്ങനെയാണ് ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്നത്, ബിറ്റ് കോയിൻ മൈനിങ്, ബിറ്റ് കോയിൻ ഹാളിംഗ്, ബിറ്റ് കോയിൻ്റെ ഫ്യൂച്ചർ, ഈ കാര്യങ്ങൾക്കാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാകാത്ത ഭാഗമൊന്നും പാട്ട് റിപ്പീറ്റ് അടിച്ച് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് ബിറ്റ് കോയിൻ, എങ്ങനെയാണ് ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്നത്? കഴിഞ്ഞ ഭാഗത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ കുറിച്ചും ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഫുള്ളി ഡിജിറ്റലായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്റ്റ്, ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്ത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കറൻസീസാണ് ക്രിപ്റ്റോ കറൻസി. എൻ്റെ കയ്യിൽ INR, UPI, ഗൂഗിൾ പേ യൂസ് ചെയ്തു വേറെ ആൾക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൻട്രൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നൊരു ബാങ്കാണ്, സെൻട്രലൈസേഷനാണ് അവിടെ ഉള്ളത്. പിന്നെ ക്രിപ്റ്റോ കറൻസീസാണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൺഫേം ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ആയിട്ട്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഡീസെൻട്രലൈസേഷനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ഓരോ ബ്ലോക്കുകളായിട്ടായിരിക്കും പോവുക. എന്നിട്ട് ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലുള്ള ഓരോരുത്തരും കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ കൺഫേം ആകുന്നത്. ബിറ്റ് കോയിനും ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇന്ന് മാർക്കറ്റിൽ ആയിരക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിലും അതിൽ ആദ്യം വന്ന ക്രിപ്റ്റോ കറൻസി ആയിരുന്നു ബിറ്റ് കോയിൻ. 2009 സതോഷി നാക്കമോട്ടോ ആയിരുന്നു ബിറ്റ് കോയിനെ ക്രിയേറ്റ് ചെയ്തത്. സതോഷി നാക്കമോട്ടോ എന്നുള്ളത് ഒരു അനോണിമസ് ആയുള്ള നെയിമാണ്. അതൊരു പക്ഷേ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീമായിരിക്കാം. വൈറ്റ് പേപ്പർ, ഓരോ ക്രിപ്റ്റോ പ്രൊജക്റ്റിന് വൈറ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. ആ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ആ വൈറ്റ് പേപ്പറിൽ ഉണ്ടാവുക. ഇതാണ് ബിറ്റ് കോയിൻ്റെ വൈറ്റ് പേപ്പർ. പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റത്തിന് വേണ്ടിയാണ് ബിറ്റ് കോയിനെ സതോഷി നാക്കമോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. പിയർ ടു പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ P2P. എൻ്റെ കയ്യിൽ ബിറ്റ് കോയിൻ വേറെ ആൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ പേഴ്സൺ ടു പേഴ്സൺ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കോ ഒരു അതോറിറ്റിയോ അവിടെ ഉണ്ടാവില്ല. പകരം ബ്ലോക്ക് ചെയിനാണ് ഡീസെൻട്രലൈസേഷൻ്റെ. ഇതാണ് ബിറ്റ് കോയിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട്. ഇതിൽ 2009 ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ടായിരുന്നു കിട്ടേണ്ടത്. എന്നാൽ 2010 ഇതേപോലെ $0.09. 2010 തന്നെ $1 ബിറ്റ് കോയിൻ ഹിറ്റ് ചെയ്തു. 2013 ബിറ്റ് കോയിൻ $100 എത്തി, അതായത് 8000. അതേ ഇയർ തന്നെ ബിറ്റ് കോയിനും $1000 എത്തി, 80,000. 2019 സമയത്ത് ബിറ്റ് കോയിൻ $10,000 എത്തി, അതായത് 8.5 ലക്ഷം രൂപ. പിന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ അപ്പാന്ന് നമുക്ക് കാണാൻ പറ്റും. ബിറ്റ് കോയിൻ ഇപ്പോഴത്തെ പ്രൈസിങ് ഉള്ളത് $95,000. 2025 ജാനുവരി ടൈമിൽ തന്നെ ബിറ്റ് കോയിന് $1,09,000 കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബിറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്നുള്ളത് ഏകദേശം 1 കോടിയാണ്. എങ്ങനെയായിരിക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ആവുന്നത്? അതിൻ്റെ മെയിൻ റീസണാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ബിറ്റ് കോയിനും ബാക്കി ക്രിപ്റ്റോ കറൻസീസും ഇന്ന് നമ്മൾ ഫിസിക്കൽ അസറ്റായിട്ടുള്ള ഗോൾഡോ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ഒട്ടുമിക്ക എല്ലാ സാധനത്തിനും പ്രൈസ് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. സപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ഒരു സർവീസിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് അതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയാം. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് മൈനിങ്ങിലൂടെയാണ് ഗോൾഡിൻ്റെ സപ്ലൈ കൂടുന്നത്. ഗോൾഡിൻ്റെ ഡിമാൻഡിൽ വരുന്ന സമയത്ത് ഗോൾഡ് ഇന്ന് ജ്വല്ലറി ഐറ്റംസായി യൂസ് ചെയ്യാറുണ്ട്, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഗോൾഡിനെ ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു അസറ്റുമാണ് ഗോൾഡ്. ഇനി ബിറ്റ് കോയിൻ്റെ ഡിമാൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പില്ല 7ാമത്തെ അസറ്റാണ് ബിറ്റ് കോയിൻ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ ബിറ്റ് കോയിൻ ഇന്ന് ആമസോണിനേക്കാളും ആൽഫബറ്റിനേക്കാളും മാർക്കറ്റ് ക്യാപ്പിൽ അസറ്റായിട്ട് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പിൽ അസറ്റായിട്ട് ബിറ്റ് കോയിൻ ഇന്ന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ബിറ്റ് കോയിൻ തന്നത്ര റിട്ടേൺസ് വേറെ ഒരു അസറ്റും തന്നിട്ടില്ല. ഇനി ബിറ്റ് കോയിന് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ബിറ്റ് കോയിന് സപ്ലൈ ഫിക്സ്ഡ് ആയുള്ള സപ്ലൈ 21 മില്യൺ ബിറ്റ് കോയിനാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ 19 മില്യൺ ബിറ്റ് കോയിനും മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മൈൻ ചെയ്യാതെ 2 മില്യൺ ബിറ്റ് കോയിനോ 450 ബിറ്റ് കോയിനാണ് ഡെയിലി മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബിറ്റ് കോയിൻ മൈനിങ്, ഗോൾഡ് മൈനിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോൾഡ് മൈനിങ് ചെയ്യാറുള്ളത് നമ്മളെ എർത്ത് നിന്ന് തന്നെ. എന്നാൽ ബിറ്റ് കോയിൻ എന്നുള്ളൊരു ഡിജിറ്റൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യാറുള്ളത് ഫുള്ളി ഡിജിറ്റലായിട്ട് തന്നെ. ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ്
അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് എനർജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബിറ്റ് കോയിൻ എന്ന് മൈനിങ് ചെയ്യാറുള്ളത്. ബിറ്റ് കോയിൻ മൈനേഴ്സ് ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാകുന്ന കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. നമ്മൾ ബിറ്റ് കോയിൻ കൊണ്ടുണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം വെരിഫൈ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ ഈ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുന്നത് ബിറ്റ് കോയിൻ മൈനേഴ്സാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസ് ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ഓരോ ബ്ലോക്കുകളായിട്ടായിരിക്കും പോവുക. ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും മൈനേഴ്സാണ്. ബാക്കി മൈനേഴ്സ് അത് വെരിഫൈ ചെയ്യായിരിക്കും ചെയ്യുക. എന്തായിരിക്കും ബിറ്റ് കോയിൻ മൈനേഴ്സിന് കിട്ടുക? കാരണം ഇവർ ഇത്രയും കോസ്റ്റ് ആയങ്ങാണ്ട് ഇലക്ട്രിക് എനർജി മൈനേഴ്സും കാര്യങ്ങളൊക്കെ ബൈ ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരിക്കും കിട്ടുക? ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ബ്ലോക്ക് റിവാർഡ്. നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മൈനേഴ്സ് ബ്ലോക്കാക്കി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ മൈനേഴ്സിന് ഓരോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് ബിറ്റ് കോയിൻ ബ്ലോക്കിൽ ബ്ലോക്ക് റിവാർഡ്സ് കിട്ടും. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ മൈനേഴ്സിന് ഏകദേശം 10 മിനിറ്റാണ് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം. 3.125 ബിറ്റ് കോയിനാണ് മൈനേഴ്സിന് ബ്ലോക്ക് റിവാർഡായിട്ട് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ബിറ്റ് കോയിൻ്റെ ടോട്ടൽ സപ്പ് 21 മില്യൺ. അതിൽ 19 മില്യൺ ഇപ്പോൾ മൈനിങ് ചെയ്തിട്ടുണ്ട്. ഇനി മൈനിങ് ചെയ്യാറുള്ളത് ബാക്കിയുള്ള 2 മില്യൺ ബിറ്റ് കോയിനാണ്. ഈ 2 മില്യൺ ബിറ്റ് കോയിൻ നിന്നാണ് 3.125 ബിറ്റ് കോയിനും മൈനേഴ്സിന് ബ്ലോക്ക് റിവാർഡായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഡെയിലി 144 ബ്ലോക്കാണ് മൈനേഴ്സ് ഡെയിലി മൈനിങ് ചെയ്യുന്നത്. ഇത് കാരണം 450 ബിറ്റ് കോയിനാണ് ഡെയിലി മാർക്കറ്റിലേക്ക് മൈനിങ് ചെയ്ത് വരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും ബിറ്റ് കോയിൻ മൈനിങ് ഉണ്ട്. ഇന്ന് പല കൺട്രീസിലും ബിറ്റ് കോയിൻ മൈനിങ് സപ്പോർട്ട് ചെയ്യുന്നതും അവർ ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. എന്താണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ്? ഞാൻ നേരത്തെ പറഞ്ഞു ബിറ്റ് കോയിൻ മൈനേഴ്സ് ബ്ലോക്ക് ചെയിനിൽ ഓരോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ബിറ്റ് കോയിന് ബ്ലോക്ക് റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. ഈ റിവാർഡ് പകുതിയായി കുറയുന്നതിനെയാണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്ന് പറയുന്നത്. 2,10,000 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് നടത്തുക. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ 10 മിനിറ്റാണ് മൈനേഴ്സിന് ആവശ്യമുള്ളത്. എന്നാൽ ഈ 2,10,000 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം 21 ലക്ഷം മിനിറ്റാണ്. അതായത് 4 വർഷം കൊണ്ടാണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്നുള്ള ഇവൻ്റ് നടത്തുന്നത്. ഹാൾവിംഗ് കാരണം തന്നെ ബിറ്റ് കോയിൻ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് പകുതിയായി കുറയും. 2009 ബിറ്റ് കോയിൻ മൈനേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത് 50 ബിറ്റ് കോയിൻ ആയിരുന്നു. എന്നാൽ 12 ഹാൾവിങ്ങിന് ശേഷം 25 ബിറ്റ് കോയിനായി. ഇപ്പോൾ ലാസ്റ്റ് ബിറ്റ് കോയിൻ ഹാൾവിങ് നടത്തുന്നതായിരുന്നത് 2024 ഇപ്പോൾ ബിറ്റ് കോയിൻ മൈനേഴ്സിന് ബ്ലോക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് 3.125 ബിറ്റ് കോയിനാണ്. ഇനി വരാൻ പോകുന്ന ബിറ്റ് കോയിൻ ഹാൾവിങ്ങും അന്ന് ബിറ്റ് കോയിൻ മൈനേഴ്സിന് കിട്ടാൻ പോകുന്ന ബ്ലോക്ക് റിവാർഡാണിത്. ബിറ്റ് കോയിൻ മൈനേഴ്സിന് കിട്ടുന്ന ബ്ലോക്ക് റിവാർഡ് കുറയുന്നുണ്ടെങ്കിലും ബിറ്റ് കോയിന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. ഓരോ ബിറ്റ് കോയിൻ ഹാൾവിങ് നടക്കുമ്പോഴും ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആവുന്നതും കാണാൻ പറ്റും. ഇതുകൊണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണ് ബുൾ റൺ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 10x 100x 1000xലേറെ റിട്ടേൺസ് തരാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് ബുൾ റൺ. ഈ ബുൾ റണ്ണിൽ എങ്ങനെ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണം, ബാക്കി ക്രിപ്റ്റോ കറൻസിയിൽ എങ്ങനെ ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസാണ് പറയാം. എന്താണ് ബിറ്റ് കോയിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനും ഫ്യൂച്ചറും? ഇന്ന് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള സതോഷി നാക്കമോട്ടോ. ഏകദേശം 1 മില്യൺ ബിറ്റ് കോയിനാണ് സതോഷി നാക്കമോട്ടോ ഹോൾഡ് ചെയ്യുന്നത്. $100 ബില്യൺ വെർത്തായുള്ള ബിറ്റ് കോയിൻ, ഏകദേശം 9 ലക്ഷം കോടിയിലധികം വെർത്തായുള്ള ബിറ്റ് കോയിനാണ് സതോഷി നാക്കമോട്ടോ ഹോൾഡ് ചെയ്യുന്നത്. ബ്ലാക്ക് റോക്ക് $10 ട്രില്യൺ അസറ്റ് മാനേജിങ് കമ്പനിയായുള്ള ബ്ലാക്ക് റോക്ക് ഇന്ന് ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം 5.5 ലക്ഷം ബിറ്റ് കോയിനാണ്. $56 ബില്യൺ വെർത്തായുള്ള ബിറ്റ് കോയിൻ. ഇന്ത്യൻ GDP ഉണ്ട് തന്നെ 2 ഇരട്ടിയിലേറെ ഫണ്ട് അസറ്റ് മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജിങ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. മൈക്രോ സ്ട്രാറ്റജി ഹോൾഡ് ചെയ്യുന്ന ഏകദേശം 5.5 ലക്ഷം ബിറ്റ് കോയിനാണ്. $56 ബില്യൺ വെർത്തായുള്ള ബിറ്റ് കോയിൻ. ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഇലോൺ മസ്ക് ടെസ്ലയിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്ന ഏകദേശം 9,000 ബിറ്റ് കോയിനാണ്. $1 ബില്യൺ വെർത്തായുള്ള ബിറ്റ് കോയിൻ, ഏകദേശം 8,000 കോടിയിലധികം വെർത്തായുള്ള ബിറ്റ് കോയിൻ. ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസാണ്. ഏകദേശം 70% ബിറ്റ് കോയിൻ ഉള്ളത് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്താണ്. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം.
ഇന്ന് പല രാജ്യങ്ങളും ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ഗവൺമെൻറ് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന രാജ്യമാണ് US, രണ്ടാമത് ചൈന, UK, ജർമ്മനി, ഉക്രൈൻ. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ബിറ്റ് കോയിൻ റിസർവ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബിറ്റ് കോയിനെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ബിറ്റ് കോയിൻ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഇനി എങ്ങനെ ബിറ്റ് കോയിൻ ബൈ ചെയ്യാൻ, ബിറ്റ് കോയിൻ അല്ലാണ്ടുള്ള കറൻസീസ് എങ്ങനെ ബൈ ചെയ്യാം എന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പറയും. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ബിറ്റ് കോയിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും പാടെ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മാത്രമേ ഉള്ളൂ മനസ്സിലാകുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബിറ്റ് കോയിൻ അല്ലാണ്ടുള്ള കറൻസീസ് ആയിട്ടുള്ള ആൾ കോയിൻസിനെ കുറിച്ചാണ്.